സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ കോൺഗ്രസ് MLA ആയിരുന്നു. അടുത്തിടയ്ക്കാണ് അദ്ദേഹത്തിനെതിരെ അതിഗുരുതരമായ ചില പീഡന ആരോപണങ്ങൾ ഉയർന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഒരു MLA-ക്കെതിരെ, ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു പാർട്ടി ഇത്രയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ തുടക്കം മുതൽ തന്നെ CPM ശ്രമിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തി. നമ്മൾ ഓർക്കണം, ഒരു വനിതയുടെ പരാതി പോലും ഇല്ലാതെ, ഒരു യുവതികളുടെയും പരാതിയോ മറ്റുമൊന്നും ഇല്ലാതെ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ യുവതികളൊന്നും തന്നെ പരാതി നൽകിയിട്ടല്ല. മൂന്നാമതൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തി ഈ വിഷയത്തിൽ DGPക്ക് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കടന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഈ പറയുന്ന പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്ന ഈ യുവതികളൊന്നും തന്നെ നേരിട്ട് ചെന്ന് രാഹുലിനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് ഉയർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചാനൽ ചർച്ചകളിൽ CPM-ന്റെ പ്രതിനിധികളായാലും അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവരൊക്കെ തന്നെ ചർച്ചയിൽ വരുമ്പോൾ എടുത്തിരുന്ന ഒരു നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം, രാഹുൽ വരട്ടെ, വരാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് അവരുടെ ആ ഒരു പ്രതികരണത്തിൽ ഉള്ള ഒരു ശുദ്ധി അത് പലരും ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അത് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരണമെന്നുള്ള ഒരു വലിയൊരു താല്പര്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. രാഹുൽ സഭയിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. എന്തായാലും ഇന്ന് അന്തരിച്ച നിലവിലെ അംഗത്തിനും മുൻ അംഗങ്ങളും ആയിട്ടുള്ള 3 പേർക്ക് ചരമോപചാരം അർപ്പിച്ച് പിരിയുന്ന ചടങ്ങ് മാത്രമേ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഒപ്പം തന്നെ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന PP തങ്കച്ചൻ, നിലവിലെ MLA ആയ വാഴൂർ സോമൻ എന്നിങ്ങനെ 3 പേർക്കാണ് ചരമോപചാരം അർപ്പിച്ചത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് 15 മിനിറ്റോളം വൈകി സഭയിലേക്ക് എത്തിയത്. സഭയിൽ എത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്പീക്കർ നേരത്തെ രാഹുലിന് ഒരു പ്രത്യേക ബ്ലോക്ക് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇടം കൊടുത്തിരുന്നു. അവിടെയാണ് രാഹുൽ വന്ന് ഇരുന്നത്. അതിന് പിന്നാലെ ഈ സഭാ സമ്മേളനം ചരമോപചാര നടക്കത്തന്നെ രാഹുൽ ഇറങ്ങി സഭ വിട്ട് പോവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ സഭയിൽ വരട്ടെ, അല്ലെങ്കിൽ സഭയിലേക്ക് വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല, എന്തുകൊണ്ട് വരാതിരിക്കണം എന്നൊക്കെ ചോദിച്ചിരുന്ന CPM-ന്റെ വക്താക്കളും ഒക്കെ തന്നെ ഈ രാഹുൽ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാട് പാടെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ വലിയ വിമർശനവുമായിട്ട് രംഗത്തെത്തി. V ശിവൻകുട്ടി പറഞ്ഞത് അത് രാഷ്ട്രീയ പ്രവർത്തകർക്കൊരു അപമാനമാണ് എന്നാണ്. ഒപ്പം തന്നെ EP ജയരാജന്റെ ഒരു പ്രതികരണമായിട്ട് വന്നത് അത് സഭയോടുള്ള അനാദരവാണ് എന്നതാണ്. അപ്പോൾ രാഹുൽ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് CPM-ന്റെ ഒരു നിലപാട്. അവർ രാഹുലിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ തന്നെ അവർ പ്രചരിപ്പിച്ചിരുന്നത് രാഹുൽ വന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ CPM കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ അവരുടെ ഒരു നിലപാട്. ഇനി നാളെ സഭയുടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നടക്കുകയാണ്. രാഹുൽ സഭയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീശനാകട്ടെ, KPCC അധ്യക്ഷനാകട്ടെ, എല്ലാവരും രാഹുലിനെ തങ്ങൾ പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ രാഹുലുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തങ്ങളില്ല എന്ന് ഇന്ന് രാവിലെയും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും മുതലെടുപ്പിന് CPM ശ്രമിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ആ ഒരു ഇരട്ടത്താപ്പ് അവർ ഈ രാഹുൽ വിഷയത്തിൽ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് ഇന്നത്തെ അവരുടെ പ്രതികരണത്തോടുകൂടി കൂടുതൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്.